ഒരു അടിപൊളി കൂന്തൽ കറി ആയാലോ? കൂന്തൽ അല്ലെങ്കിൽ കണവക്കറി. ഞാനിവിടെ 300 ഗ്രാം കൂന്തൽ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു വറ്റൽമുളകും 5-6 തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കും. ഇനി അതിലേക്ക് 15ഓളം ചെറിയുള്ളി ചേർത്ത് നല്ലതുപോലെ വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 പച്ചമുളക് നടുവെ ചീന്തിയതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വരണം. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരക പൊടിയും ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ മസാല പരക്കി വെച്ച കൂന്തൽ ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കൂന്തലും ആ മസാലയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൂന്തലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൂടാതെ ഗ്രേവിയും ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു റോസ്റ്റ് പോലെ വറ്റിച്ചെടുത്ത് നല്ലപോലെ ഇതിൽ വരട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ അതുപോലെ ചെയ്യുന്നില്ല. ഏതായാലും എനിക്ക് ദോശേൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഒരു ലേശം 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ രുചിയോടുന്ന ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാനും കൂടാതെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം.